അരി വറുത്ത് പൊടിച്ചത് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനൊരു മോഡൽ കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് അരി എടുത്തിട്ട് ഇത് കഴുകിയിട്ട് ഇപ്പം തന്നെ വറുക്കാണ്. ഊറ്റാനും ഉണക്കാനും ഒന്നും വെച്ചിട്ടില്ല. ചട്ടിയിലിട്ട് ഇപ്പം തന്നെ കഴുകിയിട്ട് ഇപ്പം തന്നെ വറുക്കുന്നതുകൊണ്ട് അത് പൊതിർന്നു പോകുന്നില്ലല്ലോ. ഞാനിവിടെ റേഷൻ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരി വറുക്കാൻ പിന്നെ പ്രത്യേകിച്ച് പ്രൊസീജിയറൊന്നുമില്ലല്ലോ. അങ്ങനെ ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ഒക്കെ ഇട്ടിട്ട് അരി ഫുൾ അങ്ങോട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത പരുവം എങ്ങനെയാവുമെന്ന് വെച്ചാൽ അരി ഇടയ്ക്ക് ഇങ്ങനെ പോളട്ടിട്ടൊക്കെ വരും കേട്ടോ. ഫുള്ളായിട്ട് പോളടൊന്നുമില്ല, അരിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോളട്ട് വരും. അപ്പോൾ അത് അങ്ങനെ വറുത്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ലൈറ്റ് റെഡ് കളറിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അരി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ആ അരി ചൂടാറുന്ന സമയം കൊണ്ട് കുറച്ച് പഴം എടുത്തിട്ട് സ്ലൈസായിട്ട് കട്ട് ചെയ്യട്ടോ. അപ്പം ഇതിന് ഇന്ന പഴം തന്നെ വേണമെന്നൊന്നുമില്ല. നേന്ത്രപ്പഴമോ ഞാലിപ്പൂവനോ മൈസൂരോ ഏതായാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിലൂടെ മൈസൂർ പഴമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം തന്നെ വട്ടത്തിലൊന്ന് സ്ലൈസാക്കി മുറിക്കുകയാണ്. അപ്പം പറ്റ നീർപ്പിച്ച് കഷ്ണങ്ങളാക്കരുത് കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം പഴം കട്ട് ചെയ്യാൻ. ഈ സമയം കൊണ്ട് വറുത്ത് വെച്ചിട്ടുള്ള അരി കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അരി പൊടിച്ചതിന് ശേഷം നമുക്ക് ശർക്കരയും ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, ഇതിലേക്ക് ചെറിയ തേങ്ങ ഇട്ടെടുക്കുക. പിന്നെ പരിപാടി സിമ്പിളാണ്. ഈ 4 ചേരുവയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക തന്നെയാണ്. ഈ വറുത്ത പൊടികളൊക്കെ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ അത് തരിപ്പ് പോവും, അല്ലെങ്കിൽ വെള്ളമില്ലാതെ കഴിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണല്ലോ. അപ്പോൾ അതേപോലെ പഴം കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പൂണോണ്ട് കോരി കഴിക്കുമ്പോൾ എളുപ്പമാണ്. ആ പഴം ഒന്ന് കടിക്കാനുണ്ടാകുമ്പോൾ ആ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇനി അരി വറുത്തങ്ങാണ്ട് ഇതേപോലെ ആക്കി കൊടുത്തു നോക്കല്ലേ. ഇത് സ്നാക്സ് ആക്കിയിട്ടും ഈ പഴത്തിൻ്റെ പീസ് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാം കേട്ടോ. അപ്പോൾ പരിപാടി സിമ്പിളാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.